ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ 9. ദൈവവചനത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. സ്റ്റീഫൻ വളർന്നു വരുന്ന ഒരു ഹാസ്യ നടനും ഒപ്പം ധൂർത്തനുമായിരുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ വളർന്ന അദ്ദേഹം തൻ്റെ പിതാവും 2 സഹോദരന്മാരും ഒരു വിമാന അപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് നിരവധി സംശയങ്ങൾ അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങി. 20കളുടെ തുടക്കത്തോടെ അദ്ദേഹത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടു. എന്നാൽ ചിക്കാഗോയിലെ തണുത്ത തെരുവുകളിൽ ഒരു രാത്രിയിൽ അദ്ദേഹം അത് കണ്ടെത്തി. ഒരു അപരിചിതൻ അദ്ദേഹത്തിന് ഒരു പോക്കറ്റ് പുതിയ നിയമം നൽകി. പുസ്തകം തുറന്ന സ്റ്റീഫൻ ഉത്കണ്ഠയുമായി മല്ലിടുന്നവർ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലെ യേശുവിൻ്റെ ഗിരി പ്രഭാഷണത്തിൽ നിന്ന് വായിക്കണമെന്ന് രേഖപ്പെടുത്തിയ ഒരു സൂചിക കണ്ടു. സ്റ്റീഫൻ ആ ഭാഗം കണ്ടെത്തി. അതിലെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു അഗ്നി ജ്വലിപ്പിച്ചു. അദ്ദേഹം അനുസ്മരിക്കുന്നു, ഞാൻ ആത്യന്തികമായും ഉടനടി പ്രകാശിക്കപ്പെട്ടു. ആ തണുപ്പിൽ തെരുവിൻ്റെ മൂലയിൽ നിന്നുകൊണ്ട് പ്രഭാഷണം ഞാൻ വായിച്ചു. എൻ്റെ ജീവിതം പിന്നീട് ഒരിക്കലും പഴയതായിരുന്നില്ല. തിരുവെഴുത്തുകളുടെ ശക്തി അങ്ങനെയാണ്. ബൈബിൾ മറ്റേതൊരു പുസ്തകത്തെയും പോലെയല്ല, കാരണം അത് ജീവനുള്ളതാണ്. നമ്മൾ കേവലം ബൈബിൾ വായിക്കുകയല്ല ചെയ്യുന്നത്, ബൈബിൾ നമ്മെ വായിക്കുന്നു. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഈ ഗ്രഹത്തിലെ ഏറ്റവും ശക്തമായ ബലത്തെ തിരുവെഴുത്ത് അവതരിപ്പിക്കുന്നു. അത് നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ആത്മീക പക്വതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കാൻ ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് നമുക്കത് തുറന്ന് ഉറക്കെ വായിക്കാം. അവിടുന്ന് സംസാരിച്ച വാക്കുകൾ വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും എന്ന് അവിടുന്ന് വാഗ്ദത്തം ചെയ്യുന്നു. നമ്മുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെയാകില്ല. ചിന്തിക്കുക, തിരുവെഴുത്ത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത്? അത് വായിക്കുമ്പോൾ എന്തു പ്രതീക്ഷകളാണ് നിങ്ങൾക്കുള്ളത്? ദൈവത്തിന് മഹത്വം.